നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. കേരള പോൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരിച്ചു. പെരിന്തൽമണ്ണ ടി പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നത്. പാലൂർ തൈപ്പുയി രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. കേരള പൗൾട്രി ഫാമേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരിയിൽ മലപ്പുറത്ത് നടത്തുന്ന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. പെരിന്തൽമണ്ണ ടി പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംസ്ഥാന ട്രഷറർ സയ്യിദ് മണലായയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദർ അലി വറ്റല്ലൂർ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ വകുപ്പ് മന്ത്രിമാർ, ഭരണ പ്രതിപക്ഷ നേതാക്കൾ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ എന്നിവരെയും സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ യോഗത്തിൽ ധാരണയായി. സംസ്ഥാന സമ്മേളനത്തിൽ 10,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രകടനവും പൊതുസമ്മേളനവും നടത്താനും തീരുമാനിച്ചു. കോഴി വളർത്തൽ കൃഷിയിൽ ഉൾപ്പെടുത്തുക, കോഴി വളർത്തുകൂലി വർദ്ധിപ്പിക്കുക, ആഡംബര നികുതി എന്ന വൺ ടൈം ടാക്സും സെസ് നികുതി, ലേബർ ടാക്സ് തുടങ്ങിയവയും നിർത്തലാക്കുന്നതിന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ പ്രമേയം തയ്യാറാക്കാനും ധാരണയായി. സ്വാഗത സംഘം ചെയർമാനായി ഹുസൈൻ വടക്കനെയും കൺവീനറായി ലത്തീഫ് മണ്ണാർമലയെയും ട്രഷററായി ഉസ്മാൻ ഹാജി താഴെക്കോടിനെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ ഹുസൈൻ വടക്കൻ, സംസ്ഥാന ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് കെ.ടി. ഉമ്മർ, MLA നജീബ് കാന്തപുരം, നൌഷാദ്, ആസാദ് കളരിക്കൽ, ലത്തീഫ് മണ്ണാർമല, ഷാജി നവാസ്, സെയ്തലവി പാലോട എന്നിവരും സംസാരിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. പാലൂർ തൈപ്പുയി രഥോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.